2025 ജനുവരി 1-ാം തീയതി തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുന്നംകുളത്താണ് നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത്. അപ്പോൾ കുന്നംകുളത്ത് എല്ലാവർക്കും ഒരുപോലെ പരിചിതമായിട്ടുള്ള റോയൽ തരകൻസ് ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ആ ഒരു ഇനോഗ്രേഷന് വേണ്ടി അവിടെ പോയി. അപ്പോൾ നമ്മുടെ വർഷം ആരംഭിക്കുമ്പോൾ ഒരു നല്ലൊരു മംഗളകർമ്മത്തിനൊക്കെ പങ്കെടുത്ത് അങ്ങനെ തുടങ്ങാമെന്ന് കരുതി. അങ്ങനെ അവിടെ എത്തിച്ചേർന്നപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുന്നംകുളത്ത് താമസിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് റോയൽ തരകൻസ് ജ്വല്ലറി. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും അവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സ്വർണം എടുക്കാതെയോ അവിടെ നിന്ന് മടങ്ങി വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടായിരിക്കാം എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരുപോലെ ഇടം നേടിയിട്ട് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ റോയൽ ജ്വല്ലറിയുടെ പുതിയ ഷോറൂമാണ് കുന്നംകുളം പട്ടാമ്പി റൂട്ടിൽ ഇനാഗ്രേഷൻ ചെയ്തത്. അതിനുവേണ്ടി വിശിഷ്ട അതിഥിയായിട്ട് എത്തിയത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നായിക മിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ മിയ അവിടെ വന്ന് നമ്മുടെ കുന്നംകുളത്തിലുള്ള ഈ ജ്വല്ലറിയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവർ വന്ന സമയം മുതൽ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് നല്ല പോസിറ്റീവായിട്ടാണ് ആ ഒരു പ്രോഗ്രാമിൽ മിയ നിന്നിട്ടുണ്ടായിരുന്നത്. അതൊരുപാട് നമുക്കും ഒരു പ്രചോദനം നൽകി. അപ്പോൾ ചെറുപ്പം മുതലേ മിയയുടെ ഒരു സീരിയലിൽ നിന്നാണ് ഞാൻ മിയയെ ആദ്യമായിട്ട് കാണുന്നത്. അൽഫോൻസാമ്മയുടെ ജീവചരിത്രം അന്ന് ആദ്യമായിട്ട് ടി വിയിൽ സീരിയലായിട്ട് വന്നപ്പോൾ അതിൽ അൽഫോൻസാമ്മയായിട്ട് വേഷമിട്ടത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മിയ ആയിരുന്നു. അതിനുശേഷം മിയയുടെ കരിയർ സിനിമയിലേക്ക് മാറി. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നായികയായിട്ട് മാറാൻ മിയയ്ക്ക് കഴിഞ്ഞു. അതിൽ വിജയിച്ചു. അവരിങ്ങനെ തുടർന്ന് നമ്മുടെ നാട്ടിൽ നമ്മളേറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുന്നംകുളത്ത് വന്നപ്പോൾ അതിൽ കൂടുതൽ സന്തോഷമൊക്കെ തോന്നി. അങ്ങനെ എല്ലാവരും മിയ പറയുന്ന ആ ഒരു വാക്കുകളൊക്കെ ഇങ്ങനെ കേട്ട് സന്തോഷത്തോടെ കാതോർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റോയൽ ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നംകുളത്തുള്ള എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട ഒരു ജ്വല്ലറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നടത്തിപ്പിൻ്റെ വിജയകരമായിട്ടുള്ള ആ ഒരു വളർച്ചയ്ക്ക് കാരണം അതിൻ്റെ ഓണറായിട്ടുള്ള ഡിക്സൺ ചേട്ടൻ്റെ ഒരു കഠിനാധ്വാനവും പ്രയത്നവും തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആ ഷോറൂമിൽ ചെല്ലുമ്പോൾ ആളൊരു മുതലാളിയായിട്ടല്ല, പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെയുള്ള നമ്മളോട് ഒരുപാട് അടുത്ത് പരിചയമുള്ള ഒരാളെ പോലെ തന്നെ നമ്മുടെ അടുത്ത് ഇടപഴകാനായിട്ടുള്ള ഒരു സമീപനം നമുക്ക് കൂടുതൽ ഒരു സന്തോഷം നൽകും. അതുപോലെ അവിടുത്തെ കസ്റ്റമർ സർവീസും വളരെ നല്ല ഒരു കസ്റ്റമർ സർവീസാണുള്ളത്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരോട് എന്തും നമുക്ക് വളരെ ഓപ്പണായിട്ട് നമുക്ക് തുറന്ന് പറയാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് പറയുന്ന പോലെ തന്നെ അവരത് കേൾക്കാനും അതുപോലെ തന്നെ നമുക്ക് മനസ്സിനിണങ്ങിയ നല്ല സ്വർണ്ണാഭരണങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനൊക്കെ അവർ നമ്മളെ മാക്സിമം സഹായിക്കും. അപ്പോൾ മിയയായിരുന്നു വിശിഷ്ട അതിഥി എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആ ഒരു പുതിയ ഒരു ജ്വല്ലറി ഷോറൂം ഉദ്ഘാടനം ചെയ്തത്, തിരി തെളിയിച്ചത് റോയൽ തരകൻസിൽ 2 അമ്മമാർ ചേർന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ ജീവിതത്തിൽ ഒരുപാട് ഉയരണം എന്ന് ഏറെ ആഗ്രഹിക്കുന്നവർ അവരുടെ മാതാപിതാക്കളായിരിക്കും. അപ്പോൾ അമ്മമാരുടെ പ്രാർത്ഥനയോടെ ഐശ്വര്യത്തോടെ ജ്വല്ലറി വിളക്ക് തെളിയിച്ച് അങ്ങനെ ഉദ്ഘാടനമൊക്കെ പൂർത്തീകരിച്ചു. അങ്ങനെ മിയ നമ്മുടെ ജ്വല്ലറിയിലുള്ള ഡയമണ്ട് സെക്ഷനും അവിടെയുള്ള കളക്ഷൻസൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ മിയ വയ്ക്കുമ്പോൾ എല്ലാ ഡയമണ്ടിൻ്റെയും തിളക്കം ഒന്നുകൂടി വർദ്ധിച്ച പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഈ ഒരു 2025 ഒരു സ്വർണം മേടിക്കാനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു ഡയമണ്ടോ ഒരു ഗോൾഡോ എടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് അതിന് പറ്റിയ സമയം എന്ന് പറയാം. ഈ ഒരു 3 ദിവസം ജനുവരി 1 മുതൽ ജനുവരി 3 വരെ നമ്മുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വലിയൊരു ഓഫർ അവിടെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന തൂക്കത്തിന് അനുസൃതമായിട്ടുള്ള ഒരു അതേ തൂക്കം തന്നെ നമുക്ക് സമ്മാനമായിട്ട് നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ലഭിക്കും. ഇപ്പോഴത്തെ സ്വർണ്ണ വിലയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ അതൊരു വലിയൊരു ഓഫറാണല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വർണം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അതേ തൂക്കത്തിലുള്ള ഒരു സ്വർണം കൂടി ഈ ഒരു പുതുവർഷത്തിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അതൊരുപാട് നല്ലതല്ലേ. അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തുക. അങ്ങനെ അമ്മമാരും മിയയൊക്കെ ചേർന്ന് അവരുടെ ഉദ്ഘാടന ദിവസം വളരെ കളർഫുള്ളാക്കി, വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ അത് നല്ല ഭംഗിയായിട്ട് അത് പൂർത്തീകരിച്ചു. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നിട്ടുള്ള എല്ലാവരും അവരുടെ ഷോറൂമൊക്കെ ഇങ്ങനെ കണ്ട് അതിൻ്റെ ഭംഗിയും അതിൻ്റെ കളക്ഷൻസും എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. ഏറ്റവും ചെറിയ ഗ്രാമുകളിൽ തുടങ്ങി വലിയ വലിയ തൂക്കത്തിനനുസരിച്ചിട്ടുള്ള ഗോൾഡൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള തുകയ്ക്കനുസരിച്ച് അവിടെ നിന്ന് വാങ്ങാം എന്നുള്ളതാണ് ആ ഒരു ജ്വല്ലറിയുടെ പ്രത്യേകത.
ഇപ്പോൾ നമ്മൾ കല്യാണരാമനിലൊക്കെ പറയില്ലേ, ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ചടങ്ങുകൾക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു ജ്വല്ലറിയാണ് റോയൽ ജ്വല്ലറി. കാരണം അവിടെ നിന്ന് പോയിട്ട് സ്വർണ്ണം എടുക്കാത്തവരായിട്ട് കുന്നംകുളത്തിൻ്റെ സമീപ പ്രദേശത്തുള്ള ആരും തന്നെ ഉണ്ടാവില്ല എന്ന് വേണം പറയാൻ. അത്രമാത്രം ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് റോയൽ തരകൻസ് ജ്വല്ലറി. അപ്പോൾ നിങ്ങളും അവിടെ പോയി മനോഹരമായിട്ടുള്ളൊരു ഷോപ്പിംഗ് അനുഭവം സ്വന്തമാക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.